വില കൂടിയ പ്രോട്ടീൻ പൗഡറുകൾ വേണ്ട, മുട്ടയോ ചിക്കനോ ഇല്ലാതെ ഇതാ ഒരു ഹൈ പ്രോട്ടീൻ റാപ്പ്. തിരക്കിനിടയിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റാപ്പ് നല്ലൊരു ലഞ്ച് ബോക്സ് ഐഡിയയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. 1 കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതാണ്, നിങ്ങൾക്ക് വലിപ്പമുള്ളതാണെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 പീസ് പനീർ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയിലയും 1 പച്ചമുളകുമാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ ദോശയൊക്കെ അരയ്ക്കുന്ന അതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി, ഇത് കുറച്ചുകൂടെ ഒരു തിക്കാണ്. ഞാൻ ഇതിലേക്ക് നമ്മളുടെ മിക്സി കഴുകിയ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു തിക്കായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇതൊരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേന് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് 1 സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരുപാട് ഓയിൽ ഒഴിച്ചൊന്നും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1/2 സ്പൂണ് ചില്ലി പൗഡറാണ്, 1/4 സ്പൂണ് ടർമറിക്, ചാട്ട് മസാലയാണ് 1/2 സ്പൂണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി വരികയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ഇത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളുടെ റാപ്പിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി എന്ന് പറഞ്ഞത്. ഇതാ നമ്മളുടെ സോയ ചങ്ക്സിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ പാനിലേക്ക് എണ്ണയൊന്നും ചേർക്കാതെ ഞാൻ 1 സവോളയും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി വലിപ്പം കൂടിപ്പോയി കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് കട്ട് ചെയ്ത് തന്നത്. ഇതും ഒത്തിരി അങ്ങ് കുക്കാകൊന്നും വേണ്ട, നമ്മൾക്ക് ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂണ് പെപ്പർ പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കോ ഒണിയനും ഒക്കെ പച്ചയ്ക്ക് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ക്യാപ്സിക്കം ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് നമ്മൾ വഴറ്റി അങ്ങൊരു ഇതാക്കി കളയണ്ട. നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ വെജീസൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ റാപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഓയിൽ ബ്രഷാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് മാവ് ഒഴിച്ച് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ നമ്മൾക്ക് ഈ റാപ്പ് ഒന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു സിമ്പിൾ സാലഡ് ഡ്രസ്സിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് യോഗോട്ട് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഹണിയും 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അത്ര ഓയിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒലിവ് ഓയിൽ ചേർക്കാത്തത്. നമ്മളുടെ റാപ്പൊക്കെ ഞാനിവിടെ ഇതുപോലെ കനം കുറച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് റാപ്പാക്കി വെജിറ്റബിൾസും ഒക്കെ വെച്ച് തയ്യാറാക്കിയെടുക്കാം. ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ക്യാപ്സിക്കവും ഒണിയനും ചേർത്ത് കൊടുക്കാം. അടുത്ത ഫോൾഡിങ്ങിൽ ഞാൻ 2 ടൊമാറ്റോ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ ചങ്ക്സ് ആണ്. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിങ് വെച്ചിട്ട് സോയ ചങ്ക്സ് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പുറത്തൂടെ വെച്ചിട്ടാണ് അത് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാത്തത്. ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് നമ്മളുടെ ക്യാബേജാണ്, അത് പച്ചയ്ക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആ ക്രഞ്ചിനെസ് കിട്ടുന്നത് ഇതിന് വളരെ ടേസ്റ്റ് കൂട്ടുന്നതാണ്.
ഇതാ ഇതുപോലെയാണ്, നല്ല കളർഫുള്ളായിട്ടില്ലേ നമ്മളുടെ ഹൈ പ്രോട്ടീൻ റാപ്പ്. ഇനി നമ്മൾക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. നിങ്ങളുടെ കയ്യിൽ മൈക്രോഗ്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് മുകളിൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കളർഫുള്ളായിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ എന്താണേലും ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.